അന്തർദേശീയ തലത്തിൽ അംഗീകാരം നേടുക അത്ര എളുപ്പമല്ല. പഠനത്തിലും മനനത്തിലും ഗവേഷണത്തിലുമുള്ള മികവ് മലയാളിയായ ഒരു ചെറുപ്പക്കാരനെ അന്തർദേശീയ അംഗീകാരങ്ങളിലേക്ക് എത്തിച്ചു. നാസ അദ്ദേഹത്തിനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. അമേരിക്ക അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇവിടുത്തെ പൗരത്വം സ്വീകരിച്ച് ഇവിടെ ജോലി ചെയ്യും. അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, ഞാനൊരു ഭാരതീയനാണ്, എനിക്ക് ഭാരതത്തിലേക്ക് തിരികെ മടങ്ങും. അംഗീകാരങ്ങളുടെ വലിയ വരമ്പുകൾ വേണ്ടെന്നു വെച്ച് ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രതിഭാസം ഉപേക്ഷിച്ച് ഭാരതത്തിൻ്റെ മണ്ണിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇന്ത്യയിലേക്ക് തിരികെ വന്നു അരുൺ എന്ന ചെറുപ്പക്കാരൻ. മുഖപുസ്തകത്തിൽ ഫേസ്ബുക്കിൽ അരുണിനെ കുറിച്ചുള്ള വാർത്തകൾ നിറയുന്നു. മുഖം നഷ്ടപ്പെടുകയും മുഖപുസ്തകങ്ങളിൽ അഭയം തേടുകയും ചെയ്യുന്ന നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് അഭിമാനം കൊള്ളാൻ അരുണിനെ പോലെ ചിലരെങ്കിലും ഉണ്ടാകും. സ്വാഗതം അറിവിന്റെ അഭിമാനത്തിലേക്ക്. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവർഡ് ബൈ സാറാസ് കറി പൗഡർ. ഈ ദിവസം അശ്വമേധത്തിന്റെ വൈജ്ഞാനിക യാത്ര ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ചിന്തകളുടെ ശകലങ്ങളുമായി എത്തുന്ന മത്സരാർത്ഥികളുടെ ചിത്രശലഭ ചിറകുകൾക്ക് കൂടുതൽ ആവേഗവും ആവേശവും പകരുന്ന നമ്മുടെ നോബൽ ഗൈഡിനെ ആദ്യം പരിചയപ്പെടാം. ശബ്ദങ്ങളുടെ സ്വരഭേദങ്ങളില്ലാത്ത, വർത്തമാനങ്ങളുടെ വ്യതിയാനങ്ങളില്ലാത്ത, നൊമ്പരങ്ങളുടെ സഹയാത്രിക കൂടിയായ ശ്രീമതി ഭാഗ്യലക്ഷ്മി. നമസ്കാരം. മത്സരാർത്ഥികൾക്ക് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായങ്ങൾ നൽകി അവരെ വിജയവഴികളിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന IT ഗൈഡ് നിമ്മി അരുൺ ഗോപൻ. ഹായ് നിമ്മി. കഴിഞ്ഞ രാത്രി നമ്മൾ പിന്നിട്ടപ്പോൾ കേരളത്തിലെ വളരെ ശക്തമായി പ്രതികരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ പ്രസ്ഥാനമായ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് M സ്വരാജ് യാഗവും യജ്ഞവും വിജയകരമായി പൂർത്തിയാക്കി രാജസൂയത്തിലേക്ക് എത്തി നിൽക്കുന്നു. സ്വരാജിനെ സ്വാഗതം ചെയ്യാം. അറിവിന്റെ ആവേശത്താൽ, ആവേശത്തിന്റെ അഗ്നിയാൽ. M സ്വരാജ്, പ്ലീസ് വാക്ക് ഇൻ. സ്വരാജ്, ഇന്നലെ നമ്മൾ കണ്ട് പിരിഞ്ഞപ്പോഴേക്കും ഒരുപാട് ചിന്തകളുടെ, വിപ്ലവകരമായ ഒരുപാട് ചിന്തകളുടെ നിമിഷങ്ങളാണ് സ്വരാജ് സമ്മാനിച്ചത്. സ്വരാജിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികൾ ഫോണിലൂടെയും അല്ലാതെയും നവമാധ്യമങ്ങളിലൂടെയും മറ്റും സ്വരാജിനെ ഇതിനോടകം ബന്ധപ്പെട്ട് കാണും, അഭിനന്ദനങ്ങൾ അറിയിച്ചു കാണും. എന്നോടും അവരെല്ലാം പറഞ്ഞു, സ്വരാജിൻ്റെ ചിന്തകൾക്ക് നിർമ്മമമായ നിഷ്കളങ്കമായ അറിവിൻ്റെ സാന്നിധ്യമുണ്ട്. യു ആർ എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്. ഇങ്ങനെ കേൾക്കുന്നത് സന്തോഷം. ഇങ്ങനെ ആദ്യമായിട്ട് പറയുന്നത് പ്രദീപാണെന്ന് എനിക്ക് തോന്നുന്നു. സ്വരാജ് വളരെ തുറന്ന് സംസാരിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ. യജ്ഞത്തിൽ മിർ റിയൽറ്റേഴ്സിൻ്റെ 1 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചുകൊണ്ട് രാജസൂയത്തിലേക്കാണ് സ്വരാജ് കടന്നെത്തിയത്. രാജസൂയം ഈ പറഞ്ഞതുപോലെ പകട 12ൻ്റെ കളിയാണ്. ജയിച്ചാൽ ലക്ഷങ്ങളുടെ വലിപ്പം കൂടിക്കൊണ്ടേയിരിക്കും, പക്ഷെ പരാജയപ്പെട്ടാൽ തുക ശൂന്യത്തിലേക്ക് പോകും. രാജസൂയത്തിലെ ആദ്യത്തെ സെഗ്മെന്റ് ഒരല്പം അപകടം പിടിച്ചതാണ്, എന്നാൽ രസകരവുമാണ്. എല്ലാവർക്കും അറിയാവുന്ന വളരെ പരിചിതനായ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ 3 സൂചനകൾ സ്വരാജിന് നൽകി. അതൊരു അറിവിൻ്റെ മത്സരം മാത്രമല്ല, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കളി കൂടിയാണ്. ഓരോ സൂചനയിലും അതാരെന്ന് കണ്ടുപിടിക്കാൻ അവസരമുണ്ടാകും. 3 സൂചനകളിൽ 3 ഉത്തരങ്ങൾ പറയും. ഈ 3 ഉത്തരങ്ങളിൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് സ്വരാജ് എത്തണം. ആ വ്യക്തിയുടെ പേര് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും, പക്ഷെ സൂചനകൾ അത്ര അറിയപ്പെടുന്നതാകണം എന്നില്ല. സോ ഈ ദിവസവും നമ്മുടെ നോബൽ ഗൈഡ്, ശബ്ദത്തിൻ്റെ ലക്ഷ്മി ശ്രീമതി ഭാഗ്യലക്ഷ്മി ഉണ്ട്. സ്വരാജിൻ്റെ വിജയത്തിന് സാന്നിധ്യം കൊണ്ടും ശക്തി കൊണ്ടും ഒരു പകിട്ട് നൽകി ശ്രീമതി ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ ദിവസം. ഇന്നും നമ്മുടെ നോബൽ ഗൈഡ് സ്വരാജിനോട് എന്ത് പറയും? സ്വരാജ് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും വിജയം കൈവരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ അശ്വമേധത്തിൽ രാജസൂയത്തിൽ ആദ്യ റൗണ്ടിൽ സ്വരാജിനോട് ഒരു വ്യക്തിയെക്കുറിച്ച്, വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ 3 സൂചനകൾ തരും. ഓരോ സൂചനയിലും അതാരെന്ന് പറയാൻ സ്വരാജിന് അവസരമുണ്ട്. 3 സൂചനകൾക്കുള്ളിൽ അത് കണ്ടെത്തിയേ തീരും.
വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. എന്നാൽ അത്രത്തോളം പ്രശസ്തമല്ല എൻ്റെ സൂചനകൾ. റെഡി ഫോർ ദ ബാറ്റിൽ? ഇത് ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. നമ്മൾ പ്രവേശിക്കുന്നത് അറിവിൻ്റെ അന്യമല്ലാത്ത പുതിയൊരു മേഖലയിലേക്ക്. രാജസൂയം. രാജസൂയം. ഇതിൽ 3 റൗണ്ടുകളുണ്ട്. റൗണ്ട് 1. പ്രശസ്തമായ ഒന്നിനെക്കുറിച്ച് മത്സരാർത്ഥിക്ക് 3 രസകരമായ സൂചനകൾ ലഭിക്കും. ഉത്തരം കണ്ടെത്തിയാൽ അടുത്ത റൗണ്ടിലേക്ക്, തോറ്റാൽ 10,000 രൂപയുമായി മടങ്ങാം. റൗണ്ട് 2. മത്സരാർത്ഥിക്ക് ഇഷ്ടമുള്ള മേഖലയിൽ നിന്നും ഒരാളെ വിചാരിക്കാം. 21 ചോദ്യങ്ങൾ. ജയിച്ചാൽ അടുത്ത റൗണ്ടിലേക്ക്. ഗ്രാൻഡ് മാസ്റ്റർ ജയിച്ചാൽ 5,000 രൂപയുമായി മടങ്ങാം. റൗണ്ട് 3. മെഗാ ഫൈനൽ. മത്സരാർത്ഥിക്ക് ഇഷ്ടമുള്ള വിഷയം നിർദ്ദേശിക്കാം. ഗ്രാൻഡ് മാസ്റ്റർ ആ നിമിഷത്തിൽ ഒരു ചോദ്യം ചോദിക്കും. ശരിയുത്തരം നൽകിയാൽ 1 മില്യൺ അഥവാ 10 ലക്ഷം. ഉത്തരം തെറ്റിയാൽ ഇതുവരെ നേടിയതെല്ലാം നഷ്ടമാകും. സ്വരാജ്, ലോകത്തിലെ എല്ലാ മലയാളികൾക്കും പരിചിതനായ ഒരു മലയാളിയെക്കുറിച്ചാണ് ഞാൻ സൂചനകൾ നൽകാൻ പോകുന്നത്. ഇതൊരു സൂചനയല്ല, സൂചനകൾക്ക് മുൻപേ ഒരു സൂചന ഞാൻ തന്നു എന്നേ ഉള്ളൂ. സൂചനകൾ ശ്രദ്ധിച്ചു. സൂചന 1. 1924 ജനിച്ച ഞാൻ മുൾക്കിരീടം സൃഷ്ടിച്ചു. ഗോ ഫോർ എ ഗസ്. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞോളൂ, തെറ്റാണെങ്കിൽ കുഴപ്പമില്ല. വേണ്ട. രണ്ടാമത്തെ സൂചനയിലേക്ക് പോകും. കൊടുങ്ങല്ലൂരിൽ പിറന്ന എൻ്റെ അമ്മ, ഞാൻ കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. എൻ്റെ അമ്മയുടെ പേര് അമ്മാളു അമ്മ എന്നാണ്. എനിക്കെത്താൻ പറ്റുന്നില്ല. എവിടേക്കോ സ്പാർക്ക് ചെയ്യുന്നു, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്നാൽ എൻ്റെ അവസാനത്തെ സൂചനയിൽ സ്വരാജിനെത്താൻ പറ്റും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനം എന്നെ തടവറയ്ക്കുള്ളിൽ അടച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ മൊളോയ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനം എന്നെ തടവറയ്ക്കുള്ളിൽ അടച്ചു. ആന്റണി, 1924 ഏപ്രിൽ മാസത്തിൽ ഞാൻ ജനിച്ചു. ഞാൻ കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത്. എൻ്റെ അമ്മയുടെ പേര് അമ്മാളു അമ്മ. ഞാൻ മുൾക്കിരീടം സൃഷ്ടിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യം, എൻ്റെ സ്വാതന്ത്ര്യം ലംഘിച്ച് എന്നെ തടവറയിലടച്ചു. ആന്റണി എന്ന് പറയുന്നത് പി എ ആന്റണിയോ, 6ാം തിരുമുറവ് അല്ല. അങ്ങനെ 1ാമത് കൊടുങ്ങല്ലൂരല്ല. രണ്ടാമത് അമ്മാളു അമ്മ എന്നല്ലല്ലോ ആന്റണിയുടെ അമ്മയുടെ പേര്. ഒന്നുകൂടെ ചിന്തിക്കും. ഇത് മനസ്സിൽ 3ഉം കൂടെ ക്ലബ് ചെയ്യും. അല്ല, എനിക്ക് കിട്ടില്ല. യു ഹാവ് സം മോർ മൊമെന്റ്സ് ടു ഗോ ഫോർ എ വൈഡ് ഗസ്. ഇല്ല, ഞാനങ്ങനെ ഗസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. കിട്ടുന്നില്ല മനസ്സിൽ. ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ? ഓ, വൈ നോട്ട്. ഉറപ്പാണ്? തീർച്ചയായും. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ? നോ പ്രോബ്ലം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ തടവറയിൽ അടയ്ക്കപ്പെട്ട ആ മനുഷ്യനെ സ്വരാജിന് നന്നായി അറിയാം. 1924 കൊടുങ്ങല്ലൂരിൽ ജനിച്ച ആ മനുഷ്യൻ്റെ ഒരു കൃതിയാണ് മുൾക്കിരീടം. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികളിൽ പ്രധാനപ്പെട്ട കൃതിയാണ് മുൾക്കിരീടം. അദ്ദേഹം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ തടവിലടയ്ക്കപ്പെട്ടത് നമ്മുടെ സംസ്ഥാനത്തിനു വേണ്ടിയാണ്. കേരളം എന്ന ഈ സംസ്ഥാനത്തിനു വേണ്ടി ഐക്യ കേരള ഗാഥ എഴുതിയപ്പോൾ അദ്ദേഹം തടവറയിൽ അടയ്ക്കപ്പെട്ടു. CP രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ അന്ന് അദ്ദേഹത്തെ ശിക്ഷിച്ചു. ഐക്യ കേരള ഗാഥ എഴുതിയ അനശ്വരനായ ആ കവി, ഗാനങ്ങളുടെ മനോഹാരിത കൊണ്ട് മലയാളിയെ മുഴുവൻ ആഹ്ലാദത്തിൽ ആറാടിച്ച ആ കവി, ഓർക്കുക വല്ലപ്പോഴുമെന്ന് ഓരോ മനുഷ്യനെയും തൻ്റെ പ്രണയഭാവങ്ങളിൽ വിതുമ്പാനും വിരഹത്തിൻ്റെ തീവ്രത അനുഭവിപ്പിക്കുകയും ചെയ്ത ആ കവി ശ്രീ പി ഭാസ്കരനാണ്. ഭാസ്കരൻ മാഷിനെ കുറിച്ചാണ് ഞാൻ. മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്നു പി ഭാസ്കരൻ മാസ്റ്റർ. ചലച്ചിത്ര സംവിധായകൻ, ചലച്ചിത്ര നടൻ, ആകാശവാണി പ്രൊഡ്യൂസർ, സ്വാതന്ത്ര്യ സമര സേനാനി, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. അപ്പോൾ ഈ യാത്രയിൽ നിന്ന്
അശ്വമേധത്തിന്റെ ഈ വൈജ്ഞാനിക യാത്രയിൽ നിന്ന് രാജസൂയത്തിന്റെ ആദ്യ റൗണ്ടിൽ യാഗവും യജ്ഞവും വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം സ്വരാജ് താങ്കൾ താൽക്കാലികമായി ഈ യാത്ര ഇവിടെ അവസാനിപ്പിച്ചു. സ്വരാജ്, കൺഗ്രാറ്റുലേഷൻസ്. മനോഹരമായിരുന്നു ഒരു ദിവസവും പിന്നൊരു ദിവസത്തിന്റെ പകുതിയും നീണ്ട ഈ പോരാട്ടം. ഭാസ്കരൻ മാഷിനെ കുറിച്ചുള്ള എന്റെ ചോദ്യത്തിൽ ഒരല്പം ബുദ്ധിമുട്ട് തോന്നിയോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. ഈ ഇൻഫർമേഷൻ അല്ലേ അത്? ഈ ഉത്സവത്തിൽ നിങ്ങൾ ജയിക്കുന്നതാണ് എനിക്കിഷ്ടം. താങ്ക് യു സോ മച്ച്. നിമി പ്ലീസ്. സ്വരാജ്, ഇത് ഞങ്ങളുടെ ശോഭഹാരം. ആൻഡ് ദിസ് ഈസ് rupees 10,000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. 1,00,000 രൂപയിൽ നിന്നാണ് 10,000-ലേക്ക് പോയത്. കാരണം സ്വരാജ് സാഹസികമായ തീരുമാനങ്ങൾ. നമ്മൾ പലപ്പോഴും നമ്മൾ എടുക്കാത്ത തീരുമാനങ്ങളുടെ പേരിൽ നിർണ്ണയിക്കപ്പെടുന്ന വിധികളുണ്ട് ജീവിതത്തിൽ. അശ്വമേധത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുൻപ് അൾഷിമേഴ്സ് രോഗം ബാധിച്ച ആളുകളെ കാണാൻ ഞാൻ പോയിരുന്നു തൃശ്ശൂരിൽ. മറവിയുടെ രോഗം ബാധിച്ചവർ. രോഗം ബാധിക്കുക എന്നത് പലപ്പോഴും വിധിയുടെ ഒരു നിയോഗമാണ്. ഒരുപാട് രോഗങ്ങൾ, ഈ പ്രതിവിധി ശാശ്വതമായി കണ്ടെത്തിയിട്ടില്ലാത്ത അത്തരം രോഗം ബാധിച്ച ഒരുപാട് പേർക്ക് വേണ്ടി, അത് അൾഷിമേഴ്സ് ആകട്ടെ, ക്യാൻസർ ആകട്ടെ, സിസ്റ്റമിക് ലൂപ്പസ് ആകട്ടെ, അത്തരം രോഗം ബാധിച്ചവർ മനസ്സിൽ നിറഞ്ഞ വേദനയുള്ളപ്പോഴും മുഖത്ത് നോക്കി ചിരിക്കുന്നവർ, അവരാകട്ടെ അറിവിൻ്റെ പുതിയ ഊർജ്ജം. ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് പത്തനംതിട്ടയിൽ നിന്നെത്തിയ സുജി എലിസബത്ത് മാത്യു ആണ്. സുജി. ഞാൻ സുജി എലിസബത്ത് മാത്യു, പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ നിന്ന് വരുന്നു. BEd പൂർത്തിയാക്കി ഇപ്പോൾ നെറ്റിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അറിവിൻ്റെ വിജ്ഞാനമായ അശ്വമേധത്തിൽ ഗ്രാൻഡ് മാസ്റ്ററോടൊപ്പം പങ്കെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സുജി, പ്ലീസ് വാക്ക്. നമസ്കാരം. സുജി എന്ത് ചെയ്യുന്നു? ഞാൻ BEd കഴിഞ്ഞു. നെറ്റിൻ്റെ കോച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നു. അധ്യാപികയാകാനുള്ള പരിശീലനത്തിലാണ്. അതെ. തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ഞാൻ ചോദിച്ചത് അശ്വമേധത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ. സാറിനോടൊപ്പം തന്നെ ഈ സീറ്റിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ എത്രത്തോളം വരുമെന്നറിയില്ല. ധീരമായി മുന്നോട്ട് പോകും. താങ്ക് യു. ഈ സീറ്റിൽ ഇരിക്കുന്നതിന് മുൻപ് ഒരു ചെറിയൊരു ചടങ്ങുണ്ട്, യാഗം പൂർത്തിയാക്കുക എന്ന ഹ്രസ്വമായ ചടങ്ങ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. യാഗഭൂമിയിലേക്ക് സുജിക്ക് പ്രവേശിക്കും. സുജിയും ഒരുമിച്ച് നമുക്ക് പ്രവേശിക്കാം അറിവിന്റെ അനന്തയാത്രയിൽ. യാഗം. യാഗം. അശ്വമേധത്തിലെ ആദ്യ ചുവടായ യാഗത്തിൽ മത്സരാർത്ഥി അഭിമുഖീകരിക്കേണ്ടത് 3 റൗണ്ടുകളാണ്. ആദ്യ ബൗളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഗ്രാൻഡ് മാസ്റ്ററുടെ ശരിയോ തെറ്റോ എന്ന ചോദ്യത്തിന്റെ ശരിയുത്തരത്തിന് 1000 രൂപ ലഭിക്കും. ശരിയുത്തരം പറഞ്ഞ മത്സരാർത്ഥി രണ്ടാമത്തെ ബൗളിലേക്ക് നീങ്ങും. ഗ്രാൻഡ് മാസ്റ്ററുടെ ചോദ്യത്തോടൊപ്പമുള്ള 2 സൂചനകളിൽ നിന്നും ശരിയുത്തരം പറഞ്ഞാൽ ലഭിക്കുന്നത് 2500 രൂപയാണ്. മൂന്നാമത്തെ ബൗളിൽ ചടങ്ങുകൾ ആദ്യത്തെ റൗണ്ട് പോലെ തന്നെ, പക്ഷേ ഉത്തരത്തിനായുള്ള ഗ്രാൻഡ് മാസ്റ്ററുടെ സൂചന 3 മാറും. ഇവിടെ ജയിച്ചാൽ ലഭിക്കുന്നത് 5000 രൂപയാണ്. 4ാം റൗണ്ടിൽ ഒരു ദൃശ്യത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരത്തിന് ലഭിക്കുന്നത് 10000 രൂപയാണ്. ഈ മേഖലയിൽ 10000-ന് മുൻപേ പരാജയപ്പെട്ടാൽ 1000 രൂപ മാത്രമേ ലഭിക്കൂ. ജയിച്ചാൽ മത്സരം തുടരാം, അല്ലെങ്കിൽ 10000 രൂപയുമായി പിൻവാങ്ങാം. സുജി, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യാഗത്തിലെ ആദ്യ ബൗൾ, വിജ്ഞാനഗോളത്തിലെ ആദ്യത്തെ കടമ്പ. പ്ലീസ്. പറയൂ സുജി, എന്താണ് വിഷയം? ആദ്യമായി. നല്ല വിഷയം. ശരി, ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം പറയാം. റെഡി? യെസ് സർ. ആദ്യമായി ബഹിരാകാശത്തെത്തിയ വനിത വാലന്റീന തെരഷ്കോവയാണ്. ശരിയോ തെറ്റോ? ശരി. ശരിയാണ്.
വാലന്റീന തെരഷ്കോവയാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയത്. അതിന് ശേഷമാണ് സോയ സ്വെറ്റ്ലാനയും മറ്റും ബഹിരാകാശ യാത്ര നടത്തിയത്. കൺഗ്രാറ്റുലേഷൻസ്, യുവർ ആൻസർ ഈസ് കറക്റ്റ്. താങ്ക് യു സർ. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1000 രൂപ സ്വന്തമാക്കി സുജിക്ക് രണ്ടാം വിജ്ഞാനഗോളത്തിലേക്ക് യാത്ര ചെയ്തു. ശരി, കഥാപാത്രങ്ങൾ. ആഹാ, എന്ത് മനോഹരമായ വിഷയം. ഏത് കഥാപാത്രമാണ് ബേക്കർ തെരുവിൽ ജീവിച്ചിരുന്നത്? ചോയ്സ് എ മാൻഡ്രിക്, ചോയ്സ് ബി ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസ് ബേക്കർ തെരുവിലെ മരകോവണി കയറി ചെല്ലുന്ന വീട്ടിൽ കെട്ടിടത്തിൽ സുഹൃത്തായ ഡോക്ടർ വാട്സണോടൊപ്പം ഷെർലക് ഹോംസ് ഉണ്ടായി. ഫിഡിൽ വായിച്ചും കുറ്റാന്വേഷണത്തിൽ മനസ്സ് മുഴുകി, അല്ലേ? അതെ അതെ. കൺഗ്രാറ്റുലേഷൻസ്, യുവർ ആൻസർ ഈസ് കറക്റ്റ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 2500 രൂപ തിരിച്ചു. മൂന്നാം വിജ്ഞാനം. ജീവശാസ്ത്രം. ജീവശാസ്ത്രം. എന്താ വിഷയം? മാത്സ്. മാത്സ് ആണ്. ആ, ജീവശാസ്ത്രത്തിനും കണക്കുണ്ട് അല്ലേ? ഉണ്ട്. എന്നാൽ ഇങ്ങനെ ആയിക്കോട്ടെ, മനുഷ്യനിൽ എത്ര ക്രോമോസോമുകളാണ് ഉള്ളത്? 40, 46, 52. 46. 46, 46 chromosomes, 23 pairs. അതെ. അല്ലേ? ശരിയായ ഉത്തരം മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപ. ഇനി നമുക്കൊരു കാഴ്ച കാണാം. റെഡി? വളരെയധികം വാർത്താ പ്രാധാന്യമുണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന ഇടത്ത്. കേരളത്തിൽ നിന്ന് വളരെ അടുത്താണ്. കൂടംകുളം. ഇതാണ് കൂടംകുളം. കൂടംകുളം. കൂടംകുളം ആണവ വൈദ്യുത നിലയം. അതെ. പെർഫെക്റ്റ്ലി കറക്റ്റ്. സുജി എലിസബത്ത് മാത്യു പറഞ്ഞ ഉത്തരം 100% ശരിയാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 10000 രൂപ സുജിക്ക്. ഉറച്ച ചിന്തയും വേഗമേറിയ ഉത്തരങ്ങൾ. സുജി യാഗം വിജയകരമായി പൂർത്തിയാക്കി. തീർച്ചയായും ധീരമായി മുന്നേറും സുജി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുജിയുടെ തീരുമാനം ധീരതയുടേതാണോ ഭീരുത്വത്തിൻ്റെതാണോ? പത്തനംതിട്ടയിൽ നിന്നെത്തിയ സുജി മികച്ചൊരു അധ്യാപികയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. അശ്വമേധത്തിന്റെ 2ാം ഘട്ടത്തിൽ യജ്ഞത്തിൽ സുജി പ്രവേശിക്കുന്നു. പിൻവാങ്ങുന്നു. കൗണ്ട് ഡൗൺ. Thumbs up is the sign. Suji walking with bold steps. Hi. സുജി, Yes, sir. ഉറച്ച തീരുമാനം, ശക്തമായ തീരുമാനം, നിർഭയമായ മനസ്സുള്ളവരുടെ തീരുമാനം. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. Thank you, sir. ആ വിജ്ഞാനഗോളത്തിൽ നിന്നും ഒരു വിഷയം സുജി തിരഞ്ഞെടുക്കുന്നു. വിഷയം എന്നോട് പറയണ്ട, കാണിക്കണ്ട. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെയാണ് യജ്ഞത്തിലെ ആദ്യ റൗണ്ടിൽ സുജി മനസ്സിലോർക്കേണ്ടത്. സുജി വിചാരിച്ച വ്യക്തിയെക്കുറിച്ച് സുജിക്ക് ഉത്തരം നൽകാൻ കമ്പ്യൂട്ടർ ഗൈഡ് നിമ്മി സഹായിക്കും. ശ്രീമതി ഭാഗ്യലക്ഷ്മി സുജി വിചാരിച്ച പേര് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മത്സരം ആരംഭിക്കാം. സ്വരാജ് പകർന്നു നൽകിയ വിജയത്തിന്റെ ഊർജം സുജിയിലൂടെ മുന്നോട്ട് പോകും. കിട്ടിയോ ഒരു വിഷയം? വളരെ ബുദ്ധിമുട്ടുണ്ടോ വിഷയം? ഇല്ല. ഇല്ല. വിശകലന ശേഷിയുടെ തത്വശാസ്ത്രം. യജ്ഞം.
യജ്ഞം. യജ്ഞത്തിൽ 3 റൗണ്ടുകളാണ് ഉള്ളത്. ആദ്യ ബൗളിൽ നിന്നും എടുക്കുന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു വ്യക്തിയെയാണ് ഇത്തവണ മത്സരാർത്ഥി ആലോചിക്കേണ്ടത്. 25,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അടുത്ത പടിയിലേക്ക്, പരാജയപ്പെട്ടാൽ 2,500 രൂപയുമായി മടങ്ങാം. യജ്ഞത്തിലെ 2ാം റൗണ്ടിൽ മത്സരാർത്ഥി ചിന്തിക്കേണ്ടത് ബൗളിലെ വിഷയത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച ഒരു സംഭവമാണ്. 50,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അടുത്ത പടിയിലേക്ക്, പരാജയപ്പെട്ടാൽ 5,000 രൂപയുമായി മടങ്ങാം. യജ്ഞത്തിലെ 3ാം റൗണ്ടിൽ മത്സരാർത്ഥി ചിന്തിക്കേണ്ടത് ബൗളിലെ വിഷയത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച ഒരു സ്ഥലമാണ്. 1,00,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അന്തിമ മേഖലയായ രാജസൂയത്തിലേക്ക് കടക്കാം, പരാജയപ്പെട്ടാൽ 10,000 രൂപയുമായി പുറത്തേക്ക്, പിൻവാങ്ങിയാൽ 25,000 രൂപ. സോ സുജി, യെസ് സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹോട്ട് സീറ്റിൽ സുജി ഇരിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ശ്രീമതി ഭാഗ്യലക്ഷ്മി, സുജി മനസ്സിലോർത്ത ആ വ്യക്തിയുടെ പേര് അംഗീകരിക്കുന്നു. നിമ്മി അരുൺ ഗോപൻ, കമ്പ്യൂട്ടറിന്റെ സഹായം സുജിക്ക് ഉറപ്പു നൽകുന്നു. Now you are eligible to be there in the hot seat. Please. ആത്മവിശ്വാസമുള്ള വളരെ പ്ലസന്റായ ഒരു മത്സരാർത്ഥിയാണ് സുജി. അശ്വമേധം കണ്ടിട്ടുണ്ട് സുജി ആദ്യകാലങ്ങളിൽ? ചെറിയൊരു ഓർമ്മയുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. അശ്വമേധത്തെ കുറിച്ച് കൂടുതൽ കേട്ടിട്ടാണുള്ളത്. കേട്ടിട്ടുണ്ട്. അതല്ല, എൻ്റെ മനസ്സിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെല്ലാവരും എന്താ ഒരു ഫൈനൽ ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്ന ഒരു പ്രതീതി, എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭയങ്കര ഇതിലൊരു കാണുന്നൊരു TV പ്രോഗ്രാമായിരുന്നു അശ്വമേധം. എന്തായാലും അശ്വമേധത്തിന്റെ 2ാം വരവിൽ സുജി മത്സരാർത്ഥിയായി വന്നു. യാഗം വളരെ സക്സസ്ഫുൾ ആയി, വളരെ അനായാസമായി പൂർത്തിയാക്കി. കൂടംകുളത്തിന്റെ കാര്യത്തിൽ ആദ്യം ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ യു മാനേജ്ഡ് ഇറ്റ് വെൽ. നൽകിയ ചില സൂചനകൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കൂടംകുളത്തിലേക്ക് എത്തി. ആരംഭിക്കാം. സുജി എലിസബത്ത് മാത്യു, താങ്കൾ വിചാരിച്ച വ്യക്തിയെക്കുറിച്ച് താങ്കളോടുള്ള എൻ്റെ ആദ്യ ചോദ്യം, ഒരു പുരുഷനാണോ? അത് അതെ. അദ്ദേഹം ഭാരതീയനാണ്? അതെ. ആണ്. മലയാളി? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലാണ് മരിച്ചത്? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? അതെ. ആണ്. രാഷ്ട്രീയം? അതെ. 7 ചോദ്യങ്ങൾ പൂർത്തിയാക്കി. 7 ചോദ്യങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യത്തിനൊഴിച്ച് ബാക്കി 6 ചോദ്യങ്ങൾക്കും സുജി എനിക്ക് തന്ന ഉത്തരം അതെ എന്നാണ്. എന്നോട് അതേ പറയുന്നവരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. രാഷ്ട്രീയമാണ് പ്രധാന മേഖല, ജീവിച്ചിരിപ്പില്ല, സാധാരണഗതിയിലാണ് മരിച്ചത്, മലയാളിയാണ്. അല്ലേ? 1950 ശേഷം. അതെ. അദ്ദേഹം മന്ത്രിയോ MP-യോ MLA-യോ ആയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. 1980 ശേഷം വരണം? അല്ല. അല്ല. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി എനിക്ക് 11 ചോദ്യങ്ങളില്ല. അശ്വമേധത്തിന്റെ പുതിയ രൂപത്തിൽ എനിക്ക് 21 ചോദ്യങ്ങളില്ല. ആദ്യ റൗണ്ടിൽ എനിക്ക് 18 ചോദ്യങ്ങളെ ചോദിക്കാവൂ. ഇനി എനിക്ക് 8 ചോദ്യങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം? അതെ. പ്രധാനമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്? അതെ. ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു? INA? ഇല്ല. കേരളത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം നടന്നത്? അല്ല. അല്ല. മലബാർ ആണോ സ്ഥലം? പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒന്നിൽ? അല്ല. അല്ല.
14 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി 4 ചോദ്യങ്ങൾ മാത്രം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഈ വിജ്ഞാന യാത്രയിൽ നമുക്ക് കാവലാൾ, നമുക്ക് സാക്ഷി ഈ അശ്വം. സുജിയുടെ വിജയക്കുതിപ്പിന് മുൻകാലുയർത്തി നിൽക്കുന്ന അശ്വത്തിനെ സാക്ഷി നിർത്തി എൻ്റെ 15ാമത്തെ ചോദ്യം. അദ്ദേഹം ഭാരതത്തിന് പുറത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്? ഇല്ല. എന്നാൽ കേരളത്തിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മണ്ഡലം. എന്നാൽ ഭാരതത്തിന് പുറത്തും അല്ല, അല്ലേ? ദക്ഷിണേന്ത്യയിലായിരുന്നു, സൗത്ത് ഇന്ത്യയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല? അല്ല. 1980 മുൻപേ മരിച്ചു എന്നാണ് താങ്കൾ പറഞ്ഞത്. 1950 ശേഷമാണ് മരിച്ചത് എന്നും പറയുകയുണ്ടായി, അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 17. പത്തനംതിട്ട ജില്ല. അതെ. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും പദവികൾ അലങ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ സുജിയുടെ വീട് എവിടെ? പത്തനംതിട്ടയിലെ ഇലന്തൂരാണ് വീട്, അല്ലേ? ഇലന്തൂർ വിജയകുമാർ എന്നോ മറ്റോ പേരിലൊരു കവി ഉണ്ടായിരുന്നു പണ്ടവിടെ, അല്ലേ? അറിയാമോ? കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഏതെങ്കിലും പ്രശസ്തനായ വ്യക്തിയുടെ സഹചാരിയായി, അനുയായിയായി സേവനമനുഷ്ഠിച്ചു? ഉണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ എപ്പോഴും സ്വന്തം നാട്ടുകാരെ കുറിച്ച് മനസ്സിൽ ഓർമ്മിച്ച് തുടങ്ങുന്നത് തന്നെയാണ് നല്ലത്, അല്ലേ? രാഷ്ട്രീയം എന്നതിനോടൊപ്പം തന്നെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ ചോദിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ ചോദിക്കാതെ പോയതാണ്. അദ്ദേഹം ക്രിയാത്മകമായ മറ്റ് സംഭാവനകൾ, ഈ സമൂഹത്തിന് ഉപയോഗമുള്ള സംഭാവനകൾ രചനാപരമായി നൽകിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാമായിരുന്നു. എനിക്കതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിച്ചവരുടെ സെക്രട്ടറിമാരായും അനുയായികളായും പ്രവർത്തിച്ചവരുണ്ട് കേരളത്തിൽ. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകത്വം വഹിച്ച വ്യക്തികളോടൊപ്പം പ്രവർത്തിച്ചവരും ഉണ്ട്. പക്ഷേ എനിക്കിനി ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അവസരമില്ല. മൈ ക്വസ്റ്റ്യൻസ് ആർ ഓവർ. അപ്പോൾ എനിക്കിനി ഒരു ഉത്തരം പറയാനേ പറ്റുന്നുള്ളൂ. ആ വ്യക്തിയിലേക്ക് കൃത്യമായി എത്തിച്ചേരാനുള്ള യാതൊരു ദിശാസൂചകങ്ങളും എനിക്ക് സുജിയോടുള്ള ചോദ്യാവലിയിൽ നിന്നും അനലൈസ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടും ഇല്ല. ഞാൻ എൻ്റെ പരാജയം സമ്മതിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. പറയൂ. ടൈറ്റസ് തേവർത്തുണ്ടി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത 4 മലയാളികളിൽ ഒരാൾ. മാരാമണ്ണാണ് സ്വദേശി. ടൈറ്റസ് തേവർതുണ്ടിയിൽ ടൈറ്റസ് ജി എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം 1930 നടന്ന ദണ്ഡിയാത്രയിൽ മഹാത്മാഗാന്ധിയോടൊപ്പം പങ്കെടുത്തു. സബർമതി ആശ്രമത്തിൽ മിൽക്ക് പ്രോജക്ടിന്റെ സെക്രട്ടറിയായിരുന്നു. മഹാത്മാഗാന്ധിയായിരുന്നു ശ്രീ തേവർതുണ്ടിയിലിനെ ടൈറ്റസ് ജി എന്ന് വിശേഷിപ്പിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അറിവാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് പുതിയ അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കണം. പുതിയ അറിവ് സമ്മാനിച്ചതിന് നന്ദി. ഇനിയൊരാൾ ടൈറ്റസ് ജിയുടെ പേര് വിചാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. ഇടവേള കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ യജ്ഞത്തിന്റെ 2ാം റൗണ്ടിൽ ഒരു സംഭവമായിരിക്കും സുജി മനസ്സിലോ. സുജിക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഒരിടവേളയ്ക്ക് പോകാം. മഹാനായ വ്യക്തിയുടെ സ്മരണകൾ അയവിറക്കുന്ന ഈ നിമിഷത്തിൽ
സുജിക്കും എനിക്കും ഒരു പുതിയ അറിവ് അതിന് അശ്വമേധം കാരണമാകുമ്പോൾ ടൈറ്റസ് ജി അല്ലേ, അതെ. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ സമയം അതിനുവേണ്ടി ചിലവഴിക്കുകയും ചെയ്യാം. സോ ഇക്കുറി സംഭവമാണ് മനസ്സിൽ വിചാരിക്കുന്നത്. അതെ. ലോകത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ? സുജി വിചാരിച്ച ഈ സംഭവം ശ്രീമതി ഭാഗ്യലക്ഷ്മി നിങ്ങൾ അംഗീകരിക്കുന്നു? യെസ്. നിമ്മി, യു ആർ റെഡി ടു ഹെൽപ്പ് ഹർ? യെസ്. പ്ലീസ്. സുജി, മിർ റിയൽട്ടേഴ്സിന്റെ 25,000 രൂപയുടെ ക്യാഷ് അവാർഡ് വിൻ ചെയ്തതിനു ശേഷം രണ്ടാം റൗണ്ടിലേക്ക് 50,000 റുപ്പീസിന്റെ സോണിലേക്ക് സുജി എത്തിക്കഴിഞ്ഞു. ഇക്കുറി സുജി വിചാരിക്കേണ്ടത് ഒരു സംഭവമാണ്. ചോദ്യങ്ങളുടെ എണ്ണം 19, ലൈഫ് ലൈനുകളുടെ എണ്ണം 7. 18 എന്നുള്ളത് 19 7 ആയി. ഓൾ ദ ബെസ്റ്റ്. തുടങ്ങാം. ചോദ്യം 1. സുജി വിചാരിച്ചത് നല്ലതെന്നോ മോശമെന്നോ കൃത്യമായി നിർവചിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അതെ. അതൊരു നല്ല സംഭവമാണോ? അല്ല. അല്ല. ഏഷ്യയിൽ നടന്ന ഒരു സംഭവം? അതെ. ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം? അതെ. കേരളത്തിൽ നടന്ന ഒരു സംഭവം? അല്ല. അല്ല. അടുത്ത ചോദ്യം പത്തനംതിട്ട ജില്ലയിൽ നടന്ന സംഭവമാണോ എന്നാകുമായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ നടന്ന സംഭവം? അല്ല. 1980 ശേഷം നടന്ന സംഭവമാണ്. സൗത്ത് ഇന്ത്യയിൽ നടന്ന സംഭവമല്ല എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് നടന്ന സംഭവമാണോ? അതെ. ഈ സംഭവങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ചില സംഭവങ്ങൾ ഒരു സ്ഥലത്ത് നടന്നതാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ സുനാമി ഒരു സ്ഥലത്ത് നടന്ന സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഹൗ ക്യാൻ ദേ സേ യെസ്? ഇത് അങ്ങനെയല്ല. ദിസ് ഇൻസിഡന്റ് ഈസ് ഹാപ്പൻഡ് അറ്റ് എ പ്ലേസ് അല്ലേ? അതെ. രണ്ടായിരത്തിന് ശേഷം നടന്ന സംഭവമാണോ? അല്ല. അല്ല. ഒരു പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ആണോ അത്? പൊളിറ്റിക്കൽ നോക്കാം. നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ആയിരത്തി 1990 ശേഷമാണോ ആ സംഭവം നടന്നത്? അല്ല. അല്ല. That happened in the year 1984. അതെ. ആണ്. അതെ. അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ ഇൻസിഡന്റ്, ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒട്ടനവധി സംഭവ വികാസങ്ങൾ പിന്നീടുണ്ടാക്കിയ ഒരു ഔദ്യോഗിക നടപടിയാണോ അത്? ആണ്. അതെ. ഒരു പൊളിറ്റിക്കൽ ഇൻസിഡന്റ്. നോക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ സംഭവത്തിന് താങ്കൾ വിചാരിച്ച സംഭവമല്ല, താങ്കൾ വിചാരിച്ച സംഭവത്തിന് പിന്തുടർന്ന് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭങ്ങളും വേദനാജനകമായ സംഭവ വികാസങ്ങളും ഉണ്ടായിരുന്നു. അതെ. നീല നക്ഷത്രങ്ങളുമായി ബന്ധമുണ്ടോ ആ സംഭവത്തിന്? ഉണ്ട്. That is a very strong political incident. 1984 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഗാന്ധി, മിസസ് ഗാന്ധി എടുത്ത വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു. ആ പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായി പഞ്ചാബിലെ അമൃത്സറിലെ
ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയുണ്ടായി ഭാരതത്തിൽ. സന്ത് ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാല അടക്കമുള്ള ആളുകൾ ആ സൈനിക നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു ജീവൻ നഷ്ടപ്പെട്ടതും ഒക്കെ. സിഖ് ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി SGPCയുടെ കഠിനമായ എതിർപ്പുണ്ടായിരുന്നു ഇതിനെതിരെ. ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണോ താങ്കൾ വിചാരിച്ച സംഭവം? അതെ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനത്തെ അമർച്ച ചെയ്യാനായി 1984 ജൂൺ മാസത്തിൽ ഇന്ത്യൻ സേന സുവർണക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇതിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽപ്പെട്ട് നൂറുകണക്കിന് ആളുകൾ മരിച്ചു. കൺഗ്രാറ്റുലേഷൻസ് മിർ റിയൽറ്റേഴ്സിന്റെ കാശവാദ്, ഒപ്പം അശോഭായ്. സുജി, ഫ്രണ്ട്സിനോട് അന്വേഷണം പറയണം. പ്രത്യേകിച്ച് ഒരു പുതിയ അറിവ് സമ്മാനിച്ച സുജിയുടെ ആ ഫ്രണ്ട് ടൈറ്റസ് ജിയുടെ കുറിച്ച് സുജിക്ക് അവയർനെസ് തന്ന ആ ഫ്രണ്ടിന് കൂടുതൽ അന്വേഷണങ്ങൾ. നീല നക്ഷത്രം എന്ന് ഞാൻ ചോദിച്ചത് ബ്ലൂ സ്റ്റാറിനെ കുറിച്ചാണ്. മനസ്സിലുണ്ടാകേണ്ടത് അറിവിന്റെ അഗ്നി നക്ഷത്രം. ഈ വേദിയിൽ ഇനി മത്സരിക്കാനെത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നെത്തുന്ന ജീന മാത്യു ആണ്. ജീന, പ്ലീസ് വാക്ക് ഇൻ. നമസ്കാരം, എൻ്റെ പേര് ജീന മാത്യു. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ ടെക്നോ പാർക്കിൽ നെസ്റ്റ് എന്ന കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. ജയപരാജയങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല, എങ്കിലും കൂടുതൽ അറിവ് നേടാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. ഞാൻ വേദിയിലേക്ക് കടക്കുകയാണ്. നമസ്കാരം. ജീന ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. അതെ. എന്താണ് വർക്ക് ചെയ്യുന്നത്? എന്താണ്? നെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി. അപ്പൊ അവസരം കിട്ടിയാൽ ജഹാംഗീറിന്റെ പേരാണോ മനസ്സിൽ വിചാരിക്കുന്നത്? നെസ്റ്റിന്റെ സാരഥിയായ ശ്രീ ജഹാംഗീറിന്റെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. യാഗഭൂമിയിലേക്ക്. യാഗം. ജീന മാത്യു, അതെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. യാഗം ബൗൾ 1, ഒരു വിഷയം തിരഞ്ഞെടുക്കാം. അമ്മ. 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 അതിനേക്കാൾ കൂടുതൽ ഭാഗ്യമുള്ള ഏത് വിഷയമാണ് കിട്ടാനുള്ളത് അല്ലേ? ശരി, തിരികെ എൻ്റെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറയുന്നത് ഒരു വാചകമാണ്. ആ വാചകം ശരിയോ തെറ്റോ എന്ന് പറയും. ഗുരുവും അമ്മയും വഴികാട്ടിയും ആയിരുന്നു ശിവജിക്ക് ജീജാഭായ്. ശരിയോ തെറ്റോ? ശരി. ശരി. ഛത്രപതി ശിവജിയുടെ അമ്മയായ ജിജാഭായ് ആണ് ശിവജിയുടെ ഗുരുവും വഴികാട്ടിയും. കൺഗ്രാറ്റുലേഷൻസ്, താങ്കളുടെ ഉത്തരം ശരിയാണ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1000 രൂപ നേടിക്കഴിഞ്ഞു. ജീന മാത്യുവിന് രണ്ടാം വിജ്ഞാനഗോളത്തിലേക്ക് യാത്ര ചെയ്യാം. ഇക്കുറി എന്താണ് വിഷയം? സാമൂഹ്യ പ്രവർത്തനം. സാമൂഹ്യ പ്രവർത്തനം. അഗെയിൻ വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. കൺഫ്യൂസ്ഡ് ആകാതെ ഉത്തരം പറയാം. റെഡി? റെഡി. മിഡ്നാപൂരിലെ മഹാൻ എന്നറിയപ്പെട്ട സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും സമൂഹത്തിൽ ജനങ്ങളുടെ സാമൂഹ്യമായ മുന്നേറ്റത്തിനു വേണ്ടിയും പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ദ ഗ്രേറ്റ് മാൻ ഓഫ് മിഡ്നാപൂർ. രാജാറാം മോഹൻ റായ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പെർഫെക്റ്റ് ആൻസർ.
മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 2500 രൂപ സ്വന്തം. ഇനി മൂന്നാം വിജ്ഞാന ഗോൾ. പേടിക്കണ്ട, ഈ മൂന്നാം ലോകമഹായുദ്ധം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയം വേണ്ട. മൂന്നാം വിജ്ഞാന ഗോൾ തിരഞ്ഞെടുത്തോളൂ. വിപ്ലവം. വിപ്ലവം. ശരി. ആസ്മ രോഗിയും ഡോക്ടറും ആയിരുന്ന ഉജ്ജ്വലനായ വിപ്ലവകാരി ആരാണ്? 1 സൈമൺ ബോളിവർ, ഏണസ്റ്റോ ചെഗുവേര, ഫിദൽ കാസ്ട്രോ. ഏണസ്റ്റോ ചെഗുവേര. ചെഗുവേര ശരിയായ ഉത്തരമാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപ സ്വന്തമാക്കി കഴിഞ്ഞു ജീന മാത്യു. കൺഗ്രാറ്റുലേഷൻ ജീന. ഒരു കടമ്പ കൂടി കഴിഞ്ഞാൽ ജീന യാഗം സക്സസ്ഫുൾ ആയി പൂർത്തിയാക്കും. ആ കടമ്പയിലേക്ക് കടക്കാം. അതൊരു കാഴ്ച കടമ്പയാണ്. വിഷ്വൽ പ്ലീസ്. യെസ്, ശ്രദ്ധിച്ചോ? ടെക്നോ പാർക്കിലെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ജീന മാത്യു, താങ്കൾ എനിക്ക് നൽകേണ്ട ഉത്തരം യെസ്, യു ക്യാൻ റിമൂവ് ദ ക്ലോക്ക്. ഈ ക്ലോക്ക് ഞാൻ ഒരു നിലക്കണ്ണാടിക്ക് നേരെ പിടിച്ചാൽ ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിച്ഛായയിൽ, ഇമേജിൽ എത്രയായിരിക്കും സമയം? നാല് 4:20. 4. അഞ്ച് 25. 5:25 ആണോ? അതെ. ഈ നിലക്കണ്ണാടിയിൽ പിടിക്കാൻ നമ്മൾ ആഗ്രഹിച്ച ഈ ക്ലോക്ക് ഒന്നുകൂടി കാണിക്കൂ. വരൂ ജീന. ജീന, ഉത്തരം തെറ്റായി എന്നിപ്പോ മനസ്സിലായി അല്ലേ ഇങ്ങോട്ട് വിളിച്ചപ്പോ? നിലക്കണ്ണാടിയിൽ പിടിക്കാൻ പാകത്തിൽ കണ്ട ക്ലോക്കിൽ സമയം 6:35 ക്ലോക്കിലെ സമയം 2 മണിയാണ് എങ്കിൽ നിലക്കണ്ണാടിയിൽ അത് 8 മണിയാണ്. 12 മണി നേരത്തിൽ നിന്ന് ക്ലോക്കിലെ സമയം കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് എപ്പോഴും പ്രതിച്ഛായയിലെ ക്ലോക്കിൽ കാണാൻ കഴിയുന്ന ഉത്തരം. അത് പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ഈ ദിവസത്തെ പുതിയ അറിവ്. 6:35 ആ ക്ലോക്കിൽ ആദ്യം കാണിച്ചത്. 11:60 നിന്ന് 12 നിന്ന് 6:35 കുറച്ചാൽ കിട്ടുന്ന സമയം 5:25. ജീന പറഞ്ഞ ഉത്തരം 100% ശരിയാണ്. ജീന, മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ സമ്മാനം ജീന സ്വന്തമാക്കി. ഈ മത്സരത്തിന്റെ, ഈ ബൗദ്ധിക യാത്രയുടെ ഈ ദിവസത്തെ അധ്യായം അവസാനിപ്പിക്കാനും നമുക്ക് സമയമായി. ക്ലോക്കിൽ ഒരു സമയമാണ് കണ്ടത്. ഇന്ന് ഈ അധ്യായം അവസാനിപ്പിക്കാൻ സമയം. നാളെ അശ്വമേധം ആരംഭിക്കുമ്പോൾ യജ്ഞവേദിയിൽ ജീനയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നാളെ അശ്വമേധം ആരംഭിക്കുന്നത് ജീന മാത്യുവിനോടൊപ്പമാണ്. ജീന മാത്യു 6:35 12 നിന്ന് കുറച്ച് തന്നെയാണ് 5:25 കണ്ടെത്തിയത് അല്ലേ? ചിലപ്പോ ചിലതെല്ലാം നമ്മൾ കൂട്ടണം, ചിലതെല്ലാം കുറയ്ക്കണം, ചിലതെല്ലാം ഗുണിക്കണം. ഞാനെന്ന ഭാവം കുറച്ച്, സ്നേഹത്തിന്റെ ആഴം ഗുണിച്ച്, നൊമ്പരങ്ങളുടെ ശിഷ്ടങ്ങളില്ലാതെ ഹരിച്ച് അടുത്ത രാത്രിയിൽ വീണ്ടും കാണുന്നതുവരെ ശുഭരാത്രി പറഞ്ഞോട്ടെ. GS